ഇറാനെതിരെ ആഴ്ചകളോളം സൈനിക ഭീഷണികളും പുതിയ ആക്രമണ മുന്നറിയിപ്പുകളും മുഴക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ പുതിയ നിബന്ധന മുന്നോട്ട് വെച്ച് രംഗത്ത് എത്തിയിരിക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാർ ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്ന് മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ എബ്രഹാം ഉടമ്പടിയുടെ ഭാഗമാകണം എന്നാണ് ട്രംപിന്റെ പുതിയ ആവശ്യം. ഹോർമൂസ് കടലിടുക്ക് തുറന്നു നൽകുക, ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായി ഉപേക്ഷിക്കുക, ഇറാന് നഷ്ടപരിഹാരം നൽകില്ല തുടങ്ങിയ കടുത്ത നിബന്ധനകൾക്ക് പുറമെയാണ് ട്രംപ് പുതിയ നിർദ്ദേശം കൂടി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇനി എന്താണ് എബ്രഹാം ഉടമ്പടി എന്ന് പരിശോധിക്കാം. ഞാൻ അനശ്വര. 2020 ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായിരിക്കെയാണ് എബ്രഹാം ഉടമ്പടി കൊണ്ടുവന്നത്. ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധം സാധാരണ നിലയിലാക്കാൻ ചില മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ സമ്മതിച്ചു. കൂടാതെ US മധ്യസ്ഥതയിലുള്ള ഒരു കരാർ കൂടിയാണിത്. UAE, ബഹ്റൈൻ, മൊറോക്കോ, സുഡാൻ, കസാക്കിസ്ഥാൻ തുടങ്ങിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണ് ഇതിനകം ഈ ഉടമ്പടിയുടെ ഭാഗമായിട്ടുള്ളത്. സൗദി അറേബ്യ, UAE, ഖത്തർ, പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത്, ജോർദാൻ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിലെ ഭരണ നേതൃത്വവുമായി താൻ സംസാരിച്ചതായി ട്രംപ് തിങ്കളാഴ്ച സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മേഖലയിലെ സമാധാനത്തിനായി US നടത്തിയ ശ്രമങ്ങൾ കണക്കിലെടുത്ത ഈ രാജ്യങ്ങളെല്ലാം ഒരേ സമയം എബ്രഹാം ഉടമ്പടിയിൽ ഒപ്പുവെക്കണമെന്നാണ് ട്രംപിന്റെ പുതിയ ആവശ്യം. ഈ ഉടമ്പടിയിൽ ഒപ്പിട്ട രാജ്യങ്ങൾക്ക് വലിയ സാമ്പത്തിക സാമൂഹിക പുരോഗതിയാണ് ഉണ്ടായതെന്ന് ട്രംപ് അവകാശപ്പെട്ടു. ഉടമ്പടി വിപുലീകരണത്തിന് സൗദി അറേബ്യയും ഖത്തറും ഉടൻ ഒപ്പുവെച്ചുകൊണ്ട് തുടക്കം കുറിക്കണമെന്നും മറ്റു രാജ്യങ്ങൾ അത് പിന്തുടരണം എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ പലസ്തീൻ പ്രശ്നത്തിന് വ്യക്തമായ ദ്വിരാഷ്ട്ര പരിഹാരം ഉണ്ടായാൽ മാത്രമേ എബ്രഹാം ഉടമ്പടിയുടെ ഭാഗമാകൂ എന്ന് സൗദി നേരത്തെ ട്രംപിനെ അറിയിച്ചിരുന്നു. ഉടമ്പടിയുടെ ഭാഗമാകാൻ ഇറാനോടും ട്രംപ് ആവശ്യപ്പെട്ടു. ഒന്നുകിൽ എല്ലാവർക്കും ലാഭകരമായ വലിയൊരു കരാർ, അല്ലെങ്കിൽ വീണ്ടും ശക്തമായ യുദ്ധമുഖത്തേക്ക് എന്ന കടുത്ത മുന്നറിയിപ്പും കൂടി ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ US ഇറാൻ സമാധാന കരാർ സംബന്ധിച്ച് ശുഭപ്രതീക്ഷ നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ ഈ പുതിയ നിർണായക നീക്കം. ഡൽഹി സന്ദർശനത്തിനിടെ മാധ്യമങ്ങളോട് സംസാരിച്ച റൂബിയോ മണിക്കൂറുകൾക്കകം ഒരു ശുഭവാർത്ത പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ കരാർ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന പ്രചാരണങ്ങളെ ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പാടെ തള്ളി. വെടിനിർത്തൽ തുടരുകയാണെങ്കിലും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിൽ ഇറാന്റെ നിയന്ത്രണം തുടരുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്രപരമായ കരാറിലെ ചില വ്യവസ്ഥകളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. കരാറിലെ 2 പ്രധാന വ്യവസ്ഥകളാണ് ഇസ്രായേലിന് വിയോജിപ്പുള്ളത്. ലെബനനിലെ താൽക്കാലിക വെടിനിർത്തലുമായി ബന്ധപ്പെട്ടതാണ് ഒന്നാമത്തെ വ്യവസ്ഥ. ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകൾ നീട്ടിവെക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തെ വ്യവസ്ഥ. ഈ 2 കാര്യങ്ങളും തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറിയിച്ചതായി ഇസ്രയേലി പൊതുപ്രക്ഷേപകരായ കാൻ ആണ് വെളിപ്പെടുത്തിയത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആരംഭിച്ച US ഇറാൻ സൈനിക നീക്കങ്ങൾക്ക് പിന്നാലെയാണ് ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചത്. ഇതേ തുടർന്ന് അമേരിക്ക ഇറാനിയൻ തുറമുഖങ്ങൾ ഉപരോധിക്കുകയും ചെയ്തിരുന്നു. ലോകത്തിലെ ആകെ എണ്ണക്കടത്തിന്റെ വലിയൊരു പങ്ക് കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടെ ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയും ഇന്ധനവില വർധനയും ഉണ്ടായിരുന്നു. പുതിയ കരാർ എത്രയും വേഗം പ്രാബല്യത്തിലെത്തുന്നതിലൂടെ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ആശ്വാസമാകുമെന്ന പ്രതീക്ഷയിലാണ് ലോകം. ആണവായുധങ്ങൾ ഇറാൻ ഒരിക്കലും കൈവശം വെക്കില്ലെന്ന കാര്യത്തിൽ അമേരിക്ക കർശനമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ആണവ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾക്കും നടപടികൾക്കുമായി 60 ദിവസത്തെ കാലാവധിയാണ് ധാരണാപത്രം അനുവദിക്കുന്നത്. അതേസമയം തങ്ങളുടെ മരവിപ്പിച്ച ഫണ്ടുകളുടെ ഒരു ഭാഗം ആദ്യഘട്ടത്തിൽ തന്നെ വിട്ടുകിട്ടണമെന്ന് ഇറാൻ ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട്. ബാക്കി ഫണ്ടുകൾ വിട്ടുകിട്ടുന്നതിനുള്ള വ്യക്തമായ സംവിധാനം ചർച്ചകളിലൂടെ രൂപീകരിക്കണമെന്നും ഇറാൻ നിർദ്ദേശിക്കുന്നു. ഇറാൻ തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ വിജയിച്ചതായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഉപരോധങ്ങളിൽ ഇളവ് ലഭിക്കുന്നതും മരവിപ്പിച്ച ആസ്തികൾ തിരികെ ലഭിക്കുന്നതും ഇറാൻ വലിയൊരു വിജയമായാണ് കാണുന്നത്. എങ്കിലും ഇനിയുമേറെ കടമ്പകൾ കടക്കാനുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. 37 വർഷത്തെ ശത്രുതയ്ക്ക് വിരാമം കുറിച്ച ഈ ധാരണാപത്രം ഒരു വലിയ ആഗോള കരാറിലേക്ക് നയിക്കുമോ എന്നത് വരും ദിവസങ്ങളിലെ ചർച്ചകളെ ആശ്രയിച്ചിരിക്കും. അവസാന കരാർ നിലവിൽ വരുന്നതോടെ മാത്രമാകും യഥാർത്ഥത്തിൽ വിജയിച്ചത് ആരെന്ന് വ്യക്തമാക്കുക. പിന്നാലെ ഖത്തറിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ
ഇറാനിലെ തെക്കൻ മേഖലയിൽ അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തി. ഇറാനിയൻ സേനയിൽ നിന്ന് തങ്ങളുടെ സൈനികർക്ക് നേരിടേണ്ടി വന്ന ഭീഷണികൾ കണക്കിലെടുത്ത് ആത്മരക്ഷാർത്ഥമുള്ള നടപടിയായാണ് ആക്രമണം നടത്തിയതെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാനിലെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളെയും ഖനികൾ സ്ഥാപിക്കാൻ ശ്രമിച്ച ഇറാനിയൻ ബോട്ടുകളെയുമാണ് ആക്രമിച്ചതെന്ന് സെൻട്രൽ കമാൻഡ് വക്താവ് സ്ഥിരീകരിച്ചു. ഈ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന സമാധാന ചർച്ചകളെ അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആക്രമണങ്ങളെക്കുറിച്ച് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വളരെ പരിമിതമായ വിവരങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത്. US നടത്തിയ സൈനിക നടപടിയുടെ കൃത്യമായ വ്യാപ്തി ഇനിയും വ്യക്തമല്ല. എങ്കിലും ചർച്ചകളുമായി മുന്നോട്ടു പോകാനും സമാധാന കരാർ ഉറപ്പിക്കാനുമാണ് ട്രംപ് ഭരണകൂടം ആഗ്രഹിക്കുന്നത്. ഇതിനിടെ സമാധാന കരാറിലെ തടസ്സങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗിർ ഗാലിബാഫും ഉൾപ്പെടെയുള്ള സംഘം ദോഹയിൽ എത്തിയിട്ടുണ്ട്. സമാധാന ചർച്ചകൾ മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പ്രതികരിച്ചിരുന്നു. അതേസമയം തൃപ്തികരമായ ഒരു കരാറല്ലാതെ മറ്റൊന്നിനും താൻ തയ്യാറല്ലെന്നും യുദ്ധത്തിലേക്ക് മടങ്ങാൻ മടിക്കില്ലെന്നും ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിൽ വ്യക്തമാക്കി. ഇറാനുമായുള്ള ഏതൊരു അന്തിമ കരാറും ആ രാജ്യം ഉയർത്തുന്ന ആണവ ഭീഷണി പൂർണ്ണമായും ഇല്ലാതാക്കുന്നത് ആകണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു. ട്രംപുമായി കഴിഞ്ഞ ദിവസം നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് നെതന്യാഹുവിന്റെ ആവശ്യം. ഇക്കാര്യം ട്രംപ് അംഗീകരിച്ചതോടെയാണ് കരാറിൽ ഒപ്പുവെക്കുന്നതിന് US സാവകാശം തേടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണശാലകൾ പൂർണ്ണമായും പൊളിച്ചു നീക്കണമെന്നും സമ്പുഷ്ടീകരിച്ച ആണവ വസ്തുക്കൾ ഇറാനിൽ നിന്ന് മാറ്റണം എന്നുമാണ് ഇസ്രായേലിന്റെ ആവശ്യം. ഇതിനോട് ട്രംപ് അനുകൂലമായിട്ടാണ് പ്രതികരിച്ചത്. ഇറാന്റെ തുറമുഖങ്ങൾ ഉപരോധിച്ച് US നാവികസേനയും രംഗത്തുണ്ട്. പുതിയ നിബന്ധനകൾ മിഡിൽ ഈസ്റ്റിലെ സമാധാന ചർച്ചകളെ എങ്ങനെ ബാധിക്കും എന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്.